ഇന്ന് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടോപ്പിക്ക് സംസാരിക്കാന്ന് വെച്ചു. ഈ ജോലിയിൽ കുടുങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. അതായത് 10ഉം 15 വർഷമായിട്ട് ഒരേ ഒരു ജോലിയിൽ തന്നെ കുടുങ്ങി പോവാണ്. അപ്പോൾ അവർക്ക് ജോലി മാറണമെന്ന് ആഗ്രഹിച്ചാൽ പോലും പേഴ്സണൽ ലോൺ ഉണ്ടാവാം, ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടാവാം, ഇവിടെയുള്ള കാർ ലോണുകൾ ഉണ്ടാവാം, നാട്ടിൽ എന്തെങ്കിലും ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഒരു മാസത്തെ സാലറി എങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് കാര്യങ്ങളും താളം തെറ്റും. അതുകൊണ്ട് അവര് പല തവണയും 10ഉം 15ഉം മണിക്കൂറൊക്കെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. ഈ ജോലി ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? കണ്ണിന്റെ കാഴ്ചക്കുറവ്, ബ്ലർഡ് വിഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ നടക്കുന്ന സമയത്ത് കാലും ഗ്രൗണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ജഡ്ജ് ചെയ്യാൻ പറ്റാതെ വരിക. ഇങ്ങനെയൊക്കെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇതിനെപ്പറ്റി പലപ്പോഴും അറിയാറില്ല. പിന്നെയും നമ്മൾ ഈ പേടി കാരണം, ജോലി മാറാനുള്ള പേടി കാരണം നമ്മളങ്ങനെ നിൽക്കുകയാണ്. ഇതുകൊണ്ട് ഏറ്റവും ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഞാനൊരു എൻ്റെ ഓഫീസിൽ വന്ന ഒരാളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. ഇത് കേട്ടപ്പോൾ ഇത് ഷോക്കിംഗ് ആണ്. ഇത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഒന്ന് വെച്ചാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 ഓർ 2 വീക്സ് ബ്രേക്ക് എടുക്കുക. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റിയിട്ട് ഒരു ബട്ടൺ ഫോൺ യൂസ് ചെയ്യുക. കാരണം ഒരുപാട് സ്ക്രീൻ ടൈമാണ് നിങ്ങൾ ഫോണിൽ നോക്കിയെടുക്കുന്നത്. അത് നിങ്ങളുടെ ഐസിനുണ്ടാവുന്ന സ്ട്രെയിനും ഐസിൻ്റെ നെർവ്സൊക്കെ ബസ്റ്റ് ചെയ്യാനും സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കരിയർ കൺസൾട്ടന്റിനെ കണ്ടിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക. ഒരു സൊല്യൂഷൻ നോക്കുക. ഈ സ്ട്രെസ്സിൽ നിന്ന് ഒരു കൗൺസിലിംഗ് എടുത്ത് ഇതൊന്ന് പുറത്തു വരാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ആഴത്തിലേക്ക് പോകുന്നതോറും ഈ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കും. നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് നിലനിൽപ്പില്ല. നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നിലനിൽപ്പില്ല. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമാണ്. ഒരു കരിയർ ചേഞ്ച് നോക്കാത്തതുകൊണ്ട് എന്താ പറയുക, നിങ്ങൾ ഒരേ സാലറിയിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഒരു നെക്സ്റ്റ് ജമ്പിന് വേണ്ടി നിങ്ങൾക്ക് ട്രൈ ചെയ്യേണ്ട സമയം എന്തായാലും അതിക്രമിച്ചു. ഒരു 40s ഒക്കെ കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഒരു കരിയർ കൺസൾട്ടന്റിനെ കണ്ട് അഡ്വൈസ് എടുത്തേ പറ്റൂ.